ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ how many terms of arithmetic sequence 5, 7, 9 must be added to get 140. 5, 7, 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? 5, 7, 9 എന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര ടേംസ് ആഡ് ചെയ്താലാണ് 140 കിട്ടുക? അപ്പൊ ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 5, 7, 9. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ pn² പ്ലസ് qn ആണ്. എന്താണ്? pn² പ്ലസ് qn ആണ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിക്കുന്നതാണ് അല്ലെ. n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pn² പ്ലസ് qn. അതിൽ p എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസത്തിന്റെ പകുതി. p പ്ലസ് q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടുത്തെ അൾജിബ്ര കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ n ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അൾജിബ്ര നമുക്ക് കാണാം. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസത്തിന്റെ പകുതി. ഇവിടെ p1 കിട്ടിയെന്ന് എങ്ങനെ പറഞ്ഞുതരാം. 5, 7, 9 ആണ് നമ്മളുടെ സമാന്തര ശ്രേണി. അപ്പൊ അതിന്റെ പൊതുവ്യത്യാസം നിങ്ങളൊന്ന് നോക്കിയാൽ എത്രയാ? 7 5 പോയാൽ 2, 9 7 പോയാൽ 2. അപ്പൊ പൊതുവ്യത്യാസം 2 ആണ്. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 2ന്റെ പകുതി 1. ഇനി p പ്ലസ് q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം വേണ്ടേ? അപ്പൊ p പ്ലസ് q ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. ഫസ്റ്റ് ടേം 5 ആണ്. p യുടെ വാല്യൂ 1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ -1 ആവും. q ഈക്വൽ ടു 5 - 1 4 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷനിൽ കൊടുക്കാലോ pn² പ്ലസ് qn. അപ്പോ n² അല്ലെങ്കിൽ 1n² പ്ലസ് 4n എന്ന് വരും. ഓക്കെ, p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 നമ്മൾ സാധാരണ ഇടാറില്ല. 1n² ഇട്ട് കഴിഞ്ഞാലും വെറും n² ഇട്ട് കഴിഞ്ഞാലും സെയിം ആണ്. അപ്പൊ n² പ്ലസ് 4n ഈക്വൽ ടു 140 ആണ്. ഇതിലെ n എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ? n² കൂടെ 1 ആണ്. അപ്പൊ n-ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. n-ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ വർഗം രണ്ട് ഭാഗത്തും കൂട്ടണം. n-ന്റെ കൂടെയുള്ള സംഖ്യയുടെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് n, സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് n. n-ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. അപ്പൊ n-ന്റെ കൂടെയുള്ള സംഖ്യ 4, 4ന്റെ പകുതി 2. അപ്പൊ 2ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റെപ്പ് തന്നെ എഴുതിയാണ്, സോറി. അപ്പോ n-ന്റെ കൂടെയുള്ള സംഖ്യ 4, 4ന്റെ പകുതി 2. അപ്പൊ 2ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ n-ന്റെ സ്ക്വയർ എടുക്കണ്ട, n പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 4ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി ദ ഹോൾ സ്ക്വയർ. എങ്ങനെയാ? n² n പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 4ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ 144 144. ഇനി സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ n പ്ലസ് 2 ഈക്വൽ ടു 144 എന്ന് വരും. നമുക്കറിയാം 144 എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. അപ്പൊ n പ്ലസ് 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 12 എന്ന് കിട്ടും. n പ്ലസ് 2 ഈക്വൽ ടു പ്ലസ് 12 അല്ലെങ്കിൽ n പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 12. പ്ലസ് 2നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ 12 - 2 അല്ലെങ്കിൽ -12 - 2, 10 അല്ലെങ്കിൽ -14. ഇതില് -14 നമ്മൾ എടുക്കില്ല. കാരണം എന്താണെന്നറിയോ? എത്ര പദങ്ങളുടെ തുകയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. -14 അല്ലെങ്കിൽ -14 ടേംസിന്റെ സം നമുക്ക് പറയാൻ പറ്റുമോ? n എപ്പോഴെങ്കിലും നെഗറ്റീവ് വരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് n ഈക്വൽ ടു -40 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കളയാം. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഇസ് 140. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 140. എത്ര പദങ്ങളുടെ തുക എന്നല്ലേ ചോദിച്ചത്? 10 പദങ്ങളുടെ തുകയാണ് 140.